രാമന്തളി പോക്സോ കേസിൽ പരാതിക്കാരിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാർച്ച് നടത്തി. അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുകന്യ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി പോക്സോ കേസിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുകന്യ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വളരെ ന്യായമായ ഒരു കാര്യം വളരെ സമാധാനപരമായി ഈ പോലീസിന്റെ മേലധികാരികളോടും ഈ നാട്ടിലെ ജനങ്ങളോടും അവരടക്കം അറിയേണ്ടതുള്ളത് കൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഞങ്ങളോട് പറഞ്ഞത് പോക്സോ കേസ് ആയതുകൊണ്ട് FIR-ന്റെ കോപ്പി തരാൻ പ്രയാസമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് മറ്റു നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പോക്സോ കേസിന്റെ ഭാഗമായിട്ടുള്ള 7-8 വകുപ്പുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അധികൃതരെ വിളിച്ചിരുന്നു. അവരെ നിഷേധിച്ചിട്ടില്ല കാര്യം. പോക്സോയിലെ 7-8 വകുപ്പ് എന്ന് പറഞ്ഞാൽ കേവലം 3 വർഷം മാത്രം തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പാണ് എന്നാണ് ഞങ്ങൾ നിയമവിദഗ്ധരോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ജില്ലാ സെക്രട്ടറി PK ശ്യാമള അധ്യക്ഷയായിരുന്നു. നാടക നടനും ഓട്ടോ ഡ്രൈവറും രാമന്തളിയിലെ താമസക്കാരനുമായ അന്നൂർ സ്വദേശി KT ഹൗസിൽ ഉണ്ണികൃഷ്ണനെ ദിവസങ്ങൾക്ക് മുൻപ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോക്സോ കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെ മറ്റൊരു പോക്സോ കേസിൽ പ്രതിയായതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 22-ന് കിടപ്പുമുറിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ഉഷയെയും മകൻ കലാധരനെയും തൂങ്ങി മരിച്ച നിലയിലും സമീപത്തായി കലാധരന്റെ 2 മക്കൾ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.